ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഈസ്റ്ററൊക്കെ വരുമല്ലേ? നമുക്ക് എന്നാൽ പിന്നെ ഒരു പോർക്ക് കറി ഉണ്ടാക്കിയാലോ? അമ്മയുടെ സ്പെഷ്യൽ പോർക്ക് കറിയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തീരാൻ പറ്റും, മാത്രമല്ല ഭയങ്കര ടേസ്റ്റാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്: സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. അതൊക്കെ നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ട് കടുക് ആശാനം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ. എന്നിട്ട് കടുകിനെ ഇങ്ങനെ ചതച്ച് ചതച്ച് അതിനങ്ങ് ഇല്ലാണ്ടാക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് മിക്സിയിലിട്ട് ചെയ്താലും മതി. എന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് ഇഞ്ചിയും അങ്ങനെ ചതച്ചെടുക്കാം. അടുത്തത് വെളുത്തുള്ളിയുടെ ഊഴമാണ്. വെളുത്തുള്ളിയും അങ്ങ് ചതച്ചരച്ചങ്ങ് എടുക്കാം. ചതച്ചെടുത്ത എല്ലാ സംഭവങ്ങളും കൂടി നമ്മളിവിടെ 1/2 കിലോ പോർക്കാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്കിടാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള, ഗ്രീൻ ചില്ലി, വേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് ആകെ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. വേറെ പാത്രങ്ങളൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കഴിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു പോർക്ക് കറി. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് മഞ്ഞൾപ്പൊടി ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു മിക്സിലേക്ക് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. അങ്ങനെ നമ്മൾ ഈ മല്ലിപ്പൊടിയും ഇട്ട് കഴിഞ്ഞു. ഇതിൽ പിന്നെ നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് വിനാഗിരി. അങ്ങനെ നമ്മൾ വിനാഗിരിയും കൂടി ഒഴിച്ചു. നെക്സ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു സാധനമാണ് ഉപ്പ്. ഉപ്പില്ലെങ്കിൽ തീർന്നു മക്കളെ. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് മിക്സിങ്ങിലാണ് പിന്നെ കാര്യമുള്ളത്. അങ്ങോട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങിക്കോ. അരിഞ്ഞിട്ടിരിക്കുന്ന ഓരോ സവോളയിലും നമ്മുടെ മസാലക്കൂട്ട് എത്തണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത്രയും സൂപ്പറായിട്ട് മിക്സ് ചെയ്തോളണം. പിന്നെ ഈ സമയത്ത് ഞാനൊരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ. ഇതുപോലെ ഇളക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ കഴക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളുടെ സഹായം തേടാം. അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓണാക്കി കുക്കർ വെച്ചു, വിസിൽ വെച്ചു. ഒരു 3 വിസിലാണ് ഇതിൻ്റെ കണക്ക്. കുറച്ച് ഒറിജിനാലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വിസിലടിക്കുന്നത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ക്യാമറയിൽ ഫുൾ പുകയായി ഗൈസ്. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞ് നമ്മൾ കുക്കർ ഓടുന്ന 2 പൊട്ടേറ്റോ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. പൊട്ടേറ്റോ ഓപ്ഷണലാണ്, പക്ഷേ പൊട്ടേറ്റോ അതിൻ്റെ കൂടെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ആ ഗ്രേവി പൊട്ടേറ്റോയിൽ അബ്സോർബ് ആയി കഴിഞ്ഞാൽ ആ ഒരു പൊട്ടേറ്റോ മാത്രം കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. പൊട്ടേറ്റോ ഇട്ട് കഴിഞ്ഞാൽ ഒരു വിസിൽ മാത്രം മതി കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നേക്കുവാണ്. ഇതുപോലെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കർ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പോർക്ക് കറി. ഇത്രയേ ഉള്ളൂ. ബൈ.